കൊച്ചി കാക്കനാട് വൻ തീപിടുത്തം. കെന്നഡി മുക്കിന് സമീപത്തുള്ള ആക്രിക്കടയ്ക്കാണ് തീപിടിച്ചത്. തൃക്കാക്കര അഗ്നിശമന സേന എത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. തൃക്കാക്കര നഗരസഭാ പരിധിയിൽ ജനങ്ങൾക്ക് ഭീഷണിയായി പ്രവർത്തിക്കുന്ന ആക്രി ഗോഡൌണുകൾ അടപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള പറഞ്ഞു. ആളപായം വരാത്ത ഞങ്ങളുടെ തൃക്കാക്കരയുടെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ കണക്കാക്കണം. ഇത്രയും ജനവാസ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് കുറേ നാളുകളായിട്ട് ഇവിടെ ഡംപ് ചെയ്യണ പോലെ എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ഒരുപാട് സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ടെന്നാണ്. അപ്പോൾ ഒരു അപകടം ഇല്ലാതെ സാധനങ്ങൾ നഷ്ടപ്പെട്ടതല്ലല്ലോ, ജനങ്ങളുടെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടത് വളരെ ഉപകാരം. പക്ഷേ ഇനി ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ അതുപോലെ ജനവാസ കേന്ദ്രങ്ങളിൽ ഇതുപോലെ ഗോഡൗൺ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നാളെ ഞങ്ങളുടെ കൗൺസിലുണ്ട്. കൗൺസിൽ തീരുമാനം എടുത്തിട്ട് വേണ്ട നടപടി സ്വീകരിക്കും. വാർത്തയുടെ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഈ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമായോ? നിലവിലെ സ്ഥിതി എന്താണ്? നീലിമ, ഇപ്പോൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എന്നാലും പുക ഉയരുന്നുണ്ട്. അവിടേക്ക് ഇപ്പോഴും അഗ്നിശമന സേന വെള്ളം ഒഴിച്ച് തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. എന്നാൽ പോലും വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ കൂടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. JCBയും ഈ ആക്രി ഗോഡൗണിലേക്ക് കയറ്റി ഇത് ഇളക്കി മാറ്റിക്കൊണ്ട് അവിടെ പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ ഗോഡൗൺ പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെ പറയാം. ഇതിന് അഗ്നിശമന സേനയുടെയോ അതോടൊപ്പം തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയോ ഒന്നും തന്നെ അനുമതിയില്ലാതെ ആയിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നതെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അടച്ചുപൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് തൃക്കാക്കര നഗരസഭയും അറിയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 10 മണിയോടെയാണ് തീപിടുത്തം ഉണ്ടായത്. ഈ നീണ്ട 3 മണിക്കൂർ ഏതാണ്ട് 7 അഗ്നിശമന യൂണിറ്റുകൾ എത്തിയാണ് ഇത് തീ അണയ്ക്കുന്നത്. അതിനോടൊപ്പം തന്നെ പോലീസും നാട്ടുകാരുടെയും സഹകരണം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഫ്രിഡ്ജ് അടക്കമുള്ള ആക്രി സാധനങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അതിൻ്റെ ഗ്യാസ് സിലിണ്ടറുകളും മറ്റും പൊട്ടുന്ന സാഹചര്യവും ഉണ്ടായി. അതുകൊണ്ട് തന്നെ അപകടകരമായ പുക തന്നെയായിരുന്നു ആദ്യ സമയങ്ങളിലൊക്കെ ഇവിടെ വ്യാപിച്ചിരുന്നത്. ഇപ്പോൾ പുകപടലവും കുറേയേറെ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എന്നാലും പുക ഉയരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. ഇപ്പോൾ ഏതാനും അഗ്നിശമന സേന യൂണിറ്റുകൾ മടങ്ങിപ്പോയിട്ടുണ്ട്. ബാക്കി യൂണിറ്റുകൾ ഇപ്പോഴും പൂർണ്ണമായും തീ അണയ്ക്കുന്നതിനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കബീർ എന്നൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു. അതിന് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അത് നേടിയെടുക്കുന്നതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ 7 വർഷമായി ഇതിവിടെ പ്രവർത്തിച്ചിരുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇവിടുത്തെ വാർഡ് കൗൺസിലർ അടക്കം ഇത് നഗരസഭ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. എന്തെന്നായാലും ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ ആക്രി ഗോഡൗണുകളും അടച്ചുപൂട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് ഇപ്പം നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതും. നീലിമ, അനധികൃതമായി പ്രവർത്തിച്ചു വരുന്ന ആക്രി ഗോഡൌണിനാണ് തീ പിടിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് സുധീഷ് ഗോപാൽ നൽകിയത്.